അടുത്തതായി പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റിന് രണ്ടാമത്തത് എൻഡോസ്പേം ഡെവലപ്മെൻറ്റ് ശേഷം പിന്നെ ഉണ്ടാവുന്നതാണ് എംബ്രിയോ ഡെവലപ്മെൻറ്റ്. സോ എംബ്രിയോ എവിടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? എംബ്രിയോ സാക്കിൻ്റെ മൈക്രോപൈലാർ എൻഡിലാണ്. മൈക്രോപൈലാർ എൻഡ് ഓഫ് എംബ്രിയോ സാക്കിലാണ് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത്. അവിടെ തന്നെയാണ് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് സൈഗോട്ട് ഉണ്ടായിരിക്കുന്നത്. സോ മൈക്രോപൈലാർ എൻഡ് ഓഫ് ദ എംബ്രിയോ സാക്ക് വെയർ സൈഗോട്ട് ഈസ് സിറ്റുവേറ്റഡ്. സോ എംബ്രിയോ സാക്കിൻ്റെ സൈഗോട്ട് ഉണ്ടായ സ്ഥലം എവിടെയാണ്? മൈക്രോപൈലാർ എൻഡിൽ. അവിടെ തന്നെയാണ് എംബ്രിയോ ഫോർമേഷൻ നടക്കുന്നത്. സോ സൈഗോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു എൻഡോസ്പേം ആണ് ആദ്യം ഉണ്ടാവുന്നത്, പിന്നീട് അതിനുശേഷം മാത്രമേ സൈഗോട്ട് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുള്ളൂ. സോ മെജോറിറ്റി മോസ്റ്റ്ലി പ്ലാന്റ്സുകളിൽ അങ്ങനെയാണ് എൻഡോസ്പേമിൽ സംഭവിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ സൈഗോട്ട് ഡിവിഷൻ ആഫ്റ്റർ സെർട്ടൺ എമൗണ്ട് ഓഫ് എൻഡോസ്പേം ഫോർമേഷൻ. സോ എൻഡോസ്പേം കുറച്ച് ഉണ്ടായതിന് ശേഷം മാത്രം, കുറച്ച് എൻഡോസ്പേം ഫോം ചെയ്ത് ഒരു റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ഫോർമേഷൻ നടക്കുള്ളൂ. സോ അത്രയും നേരം സൈഗോട്ട് കുറച്ച് ഇനാക്റ്റീവായിട്ട് ഒരു ഡോർമൻസി പോലത്തെ സ്റ്റേജിലൂടെ കടന്നു പോകും. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു അഡാപ്റ്റേഷൻ? ഈ ഒരു അഡാപ്റ്റീവ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് എഷ്യൂർഡ് ആയിട്ട് ന്യൂട്രീഷൻ സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ആവാൻ പോകുന്ന എംബ്രിയോയ്ക്ക് അല്ലെങ്കിൽ എംബ്രിയോ ഡെവലപ്മെൻറ്റിന് നമുക്ക് ആവശ്യമുള്ള റിസർവ് ഫുഡ് മെറ്റീരിയൽസ് കിട്ടുമെന്നൊരു ഉറപ്പ് വരുത്താനാണ് എന്ത് സംഭവിക്കുന്നത്? ആദ്യം എൻഡോസ്പേം ഡെവലപ്മെൻറ്റ്, അതിനുശേഷം മാത്രം സൈഗോട്ട് ടു എംബ്രിയോ ഫോർമേഷൻ. സോ എഷ്യൂർഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന എംബ്രിയോയ്ക്ക് എഷ്യൂർഡ് ആയിട്ട് ന്യൂട്രീഷൻ കിട്ടാൻ വേണ്ടിയുള്ള ഒരു അഡാപ്റ്റീവ് ഫീച്ചറാണ് എന്ത്? ആദ്യം എൻഡോസ്പേം കുറച്ച് ഫോം ചെയ്യും, അതിനുശേഷം മാത്രം സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സീഡ്സുകൾ നമുക്കറിയാം. സീഡ്സ് പല സൈസ്, കളറ്, റേഞ്ചിലൊക്കെ കാണാം, വേരിയസ് ഷേപ്പ്, ഡിസൈനൊക്കെ കാണുന്നുണ്ടെങ്കിലും സീഡ്സ് എത്ര തന്നെ വേരി ചെയ്താലും ഈ സീഡ്സിൻ്റെ ഒക്കെ എംബ്രിയോ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് ആദ്യത്തെ എംബ്രിയോ ഡെവലപ്മെൻറ്റ് നമ്മൾ എംബ്രിയോജനി എന്ന് പറയും. സോ എംബ്രിയോ ഡെവലപ്മെൻറ്റ് ആദ്യത്തെ സ്റ്റേജുകളെല്ലാം അതൊരു ഡൈക്കോട്ടായിക്കോട്ടെ മോണോക്കോട്ടായിക്കോട്ടെ എല്ലാത്തിലും ഒരുപോലെ ആയിരിക്കും. സോ പ്രൈമറി സ്റ്റേജസ് ഓഫ് എംബ്രിയോജനിസ് അല്ലെങ്കിൽ പ്രൈമറി സ്റ്റേജസ് ഓഫ് എംബ്രിയോജനി എന്ന് പറയുന്നത് വെദർ ഇറ്റ് ഈസ് ഡൈക്കോട്ടായാലും മോണോക്കോട്ടായാലും എല്ലാത്തിലും ഒരുപോലെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് എംബ്രിയോ ഡെവലപ്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്ന് നോക്കാം.